കൊല്ലത്ത് 6 വയസ്സുകാരിയെ ട്രെയിനിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയെക്കുറിച്ച് പോലീസിൽ വിവരം അറിയിച്ചത് കൊട്ടാരക്കര സ്വദേശിയായ VS വീണയാണ്. പ്രതിയുടെ ദൃശ്യങ്ങൾ വീണ പോലീസിന് കൈമാറുകയായിരുന്നു. പ്രതി അയത്തിൽ സ്വദേശി ഡാനിഷ് റിമാൻഡിലാണ്. പാലരുവി എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ ഡാനിഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പോലീസിൽ വിവരമറിയിച്ച ആ ദൃശ്യങ്ങൾ ആ സമയം പകർത്തിയ VS വീണ മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. വീണ, സ്വാഗതം സീറോ അവറിലേക്ക്. വീണ, സമയോചിതമായി ആ ദൃശ്യങ്ങൾ എടുത്തതുകൊണ്ട് പ്രതിയെ പോലീസിലെത്തിക്കാൻ കഴിഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചത്? ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടീനെ പോയി ഓടിച്ചെന്ന് എടുത്ത് അയാളുടെ മടിയിൽ കൊണ്ട് വെച്ചിട്ടായിരുന്നു ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 1 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല ഉറക്കമായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് കയറിയതായിരുന്നു. നല്ല ഉറക്കമായിരുന്നു. ആദ്യം പുള്ളി എന്നെയാണ് ശല്യം ചെയ്തത്. എന്റെ പുള്ളി കാലുകൊണ്ട് 2-3 പ്രാവശ്യം ടച്ച് ചെയ്തു. 3-ാമത്തെ തവണ ഞാൻ റിയാക്ട് ചെയ്തു. എന്താണെന്ന് ചോദിച്ചു. അപ്പം ആളെന്നോട് പറഞ്ഞു ആളുടെ സീറ്റിലേക്ക് കാലെടുത്ത് നിവർത്തി വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം എനിക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ മൊബൈലിൽ ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു ഈ പ്രതി ബാക്കിലേക്ക് പോയിട്ട്, ഒരു തമിഴ് ഫാമിലി ആയിരുന്നു, അവരെല്ലാരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ മുത്തശ്ശന്റെ അടുത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു ഈ കുട്ടീനെ ബെഡ്ഷീറ്റും കൂടെ കുട്ടിയും ബെഡ്ഷീറ്റോട് കൂടിയാണ് ഈ പുള്ളി എടുത്തുകൊണ്ട് വന്നത്. എടുത്തിട്ട് വന്ന് എന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ആൾ ഇരുന്നിരുന്നത്. അപ്പം എനിക്ക് ഇയാളുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരു റോങ് ഫീൽ ചെയ്തു. അപ്പൊ എന്റെ അടുത്തിരുന്ന ഒരു ചേട്ടന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ അത് അയാളുടെ കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അല്ല, അത് ഈ പുള്ളി കൊല്ലത്തുനിന്നാണ് കയറിയേക്കണത്, അവര് മുമ്പ് തന്നെ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു റിലേറ്റീവ് ആണോ എന്ന് പറഞ്ഞു. അതും അല്ല എന്ന് പറഞ്ഞു. പുള്ളി ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ ആ കൂടിരുന്ന ആളത് റിയാക്ട് ചെയ്തില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഈ പ്രതിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ മൊബൈലിൽ വീഡിയോ, പുള്ളി എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ട് ഞാൻ വിഷ്വൽസ് എടുത്ത ടൈമിൽ ഈ കുഞ്ഞിനെ പുതപ്പിച്ചിട്ടിരുന്ന പുതപ്പെടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഷോൾഡറിലേക്ക്, പ്രതിയുടെ റൈറ്റ് ഷോൾഡറിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് കുഞ്ഞിന്റെ ശരീരത്തേക്ക് വെച്ചിട്ട് അത് മറയ്ക്കുകയായിരുന്നു. മറച്ചതിന് ശേഷം കുഞ്ഞ് ധരിച്ചിരുന്ന വസ്ത്രത്തിനുള്ളിലേക്ക് ആളുടെ കൈ പോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാനത് റിയാക്ട് ചെയ്തപ്പം പുള്ളി എന്നോട് ഷൗട്ട് ചെയ്തു. കുഞ്ഞിനെ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റി. അതിനുശേഷം എല്ലാരും ട്രെയിനിൽ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ എല്ലാരും വന്നു. ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു താൻ എന്താണ് ചെയ്തത്, തന്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പം പ്രതി പറഞ്ഞു അല്ല, എന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടിയുടെ റിലേറ്റീവ് ആണോ? അപ്പൊ എന്നോട് ആദ്യം ആണെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ കുഞ്ഞിന്റെ പേരൻസിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇത് നിങ്ങളുടെ റിലേറ്റീവ് ആണോ, നിങ്ങൾ ഉറങ്ങിക്കിടന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല, അയാൾ എന്താ അവിടെ ചെയ്തതെന്ന് അറിയാമോ? ഒരു 6 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അടുത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അയാൾ ചെയ്തത്. അപ്പൊ എന്നോട് പ്രതി ഷൗട്ട് ചെയ്തു ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, ഞാൻ എന്താ ചെയ്തത്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്തെന്നുള്ളതിന്റെ എല്ലാ പ്രൂഫും എന്റെ കയ്യിലുണ്ട്, എടുത്തു വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെയും പുള്ളി അത് തർക്കിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോ പുള്ളിയെ കാണിച്ചതിന് ശേഷം അയാളുടെ മുഖത്തൊരു അടിയും കൊടുത്തു. അതിനുശേഷമാണ് ട്രെയിനിലുള്ള എല്ലാവരും ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് സഹോദരി, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ്, ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ, അതിന്റെ മുത്തശ്ശന്റെ അടുത്ത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് എടുത്തുകൊണ്ട് വന്നിട്ട് കുട്ടി പ്രതി ക്രൂരമായിട്ട് ഇത് ചെയ്തേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എല്ലാവരും റിയാക്ട് ചെയ്തു. പിന്നെ അങ്ങനെ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്നു ഈ പ്രതിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ചെയ്തത്. പക്ഷെ ആ ദൃശ്യങ്ങൾ ഫോണിൽ എടുത്തില്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും ന്യായങ്ങൾ ചമഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു അല്ലേ? അതെ, ഉറപ്പായിട്ടും ഞാൻ അതുകൊണ്ട് തന്നെയാണ് എടുത്തത്. കാരണം നാളെ ഞാൻ ഇത് ഇൻ കേസ് ഞാൻ ആ സമയത്ത് തന്നെ അത് ആൾക്കാരോട് പറയുമ്പം അവരും ചിലപ്പോൾ ഇത് വിശ്വസിക്കണം എന്നില്ല. ഞാൻ പ്രതിയായി പോയനെയായിരുന്നു. ഞാൻ ആ വിഷ്വൽ എടുത്തത് കൊണ്ടാണ് എനിക്കത് എല്ലാവരെയും മുന്നിൽ അയാളെ കൊണ്ടുവരാൻ പറ്റിയത്. അല്ലെങ്കിൽ സമൂഹത്തിൽ ഞാനൊരു തെറ്റുകാരി ആയേനെയായിരുന്നു. കുഞ്ഞു ആ സമയം ഉറക്കത്തിലായിരുന്നോ? കുഞ്ഞു നല്ല ഉറക്കത്തിലായിരുന്നു. അവരൊരു തീർത്ഥാടന യാത്രയ്ക്ക് പോയിട്ട് എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അവരുടെ തമിഴ് ഫാമിലി ഫുള്ള് ഉറക്കമായിരുന്നു. അല്ലാതെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നവരും എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. എന്നെ അയാൾ ആ ഒരു ശല്യം ചെയ്തത് കൊണ്ടാണ് എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റാഞ്ഞതും ഞാൻ അയാളെ ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ട് ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ലെങ്കിൽ അയാൾ അടുത്ത സ്റ്റോപ്പിൽ ആ കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് നാളെ നമ്മൾ മോശമായൊരു വാർത്ത കേൾക്കേണ്ടി വരുമായിരുന്നു.